ഈ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുള്ള ഓശാന ഞായർ തന്നെയാണ്. പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ, ചടങ്ങുകളൊക്കെ നടക്കുന്ന ദിവസം കൂടിയാണ് ഈ കുരുത്തോല പെരുന്നാൾ. കുരുത്തോലയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതായത് അതിൻ്റെ ഒരു ബൈബിൾ പറയുന്നത് ഈ യേശു ജെറുസലേമിലേക്കുള്ള വരവിനെ അനുസ്മരിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ വരവിനെ അനുസ്മരിക്കുന്നതാണ് ഇന്നത്തെ തിരുനാൾ എന്ന് പറയുന്നത്. കഴുതപ്പുറത്തേറിയാണ് അദ്ദേഹം വരുന്നത്, ഈ ജെറുസലേമിലേക്ക് വരുന്നത്. അവരിങ്ങനെ ജെറുസലേമിന് അടുത്തെത്തുമ്പോൾ ഇങ്ങനെ സുവിശേഷം പറയുന്നത് അങ്ങനെയാണ്. ജെറുസലേമിന് അടുത്തെത്തുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ആരും കയറാത്തൊരു കഴുതക്കുട്ടിയെ നിങ്ങൾക്ക് ഗ്രാമത്തിന്റെ കവാടത്തിൽ കാണാൻ കഴിയും, അതിനെ അഴിച്ചുകൊണ്ട് വരിക, അതിന്റെ പുറത്തേറി ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, അത് ദൈവപുത്രന്റെ വരവാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കാണുന്നു, ആരും കയറാത്തൊരു കഴുതക്കുട്ടിയെ കാണുന്നു, അതിനെ അഴിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രാമവാസികൾ ചോദിക്കുമ്പോൾ യേശു പറഞ്ഞതുപോലെ മറുപടി പറയുന്നു. അങ്ങനെ തിരികെ എത്തി ഈ കഴുതപ്പുറത്ത് കയറി യേശു ജെറുസലേമിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ഒലിവിലകൾ വീശിയാണ് അവിടുത്തെ മനുഷ്യർ സ്വീകരിക്കുന്നത്. നമ്മളിവിടെ അത് കുരുത്തോലയാക്കി, നമുക്കിവിടെ കുരുത്തോലയും ഈന്തപ്പനയുടെ ഇലകളും വീശിയാണ് ജെറുസലേമിലേക്ക്, ആ കവാടത്തിലേക്ക് യേശുദേവനെ വിശ്വാസികളെല്ലാം സ്വീകരിക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഓശാന തിരുനാളിലൂടെ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരുപാട് കാര്യങ്ങൾ ഏതായാലും ഇന്ന് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് തന്നെ ഞാൻ ആദ്യം എത്തുകയാണ്. ഇവിടെ വലിയ വിഷുവിനെ കുറിച്ചും 7 പറയുന്നുണ്ട്, ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ, നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നു, ഓശാനയുടെയും വിഷുവിന്റെയും ആശംസകൾ കൈരളിക്കും സുഹൃത്തുക്കൾക്കും നേരുന്നു എന്ന് നേരുകയാണ്. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസവും ഓശാന ഞായറും ചെറിയ വിഷു ഒക്കെ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് പോയാലോ, ഓശാന തിരുനാൾ കൂടാൻ പോയാലോ? അർച്ചനയാണ് നമ്മളോടൊപ്പം ഓശാന പെരുന്നാളിന്റെ കൊച്ചിയിൽ നിന്ന് അർച്ചന വിനോദ് കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അർച്ചന പള്ളിയിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. പക്ഷേ അർച്ചന ആ ദൃശ്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അർച്ചന ഫ്രെയിമിലേക്ക് വരില്ല, കാരണം പള്ളിയിൽ ചടങ്ങുകൾ നടക്കുകയാണ്. ഇതാ നോക്കൂ, നമ്മുടെ ഒപ്പം ദൃശ്യങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. പ്രത്യേക ചടങ്ങുകളുടെ, പ്രാർത്ഥനകളുടെ ദൃശ്യങ്ങളൊക്കെ വരികയാണ്. അർച്ചന, ഓശാന ഞായറിന്റെ ആശംസകൾ. വിശുദ്ധ വാരത്തിന്റെ തുടക്കമാണ്, പീഡാനുഭവത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ഒരു വാരം കൂടിയാണ്. ഒടുവിൽ ഉയർപ്പിന്റെ വലിയ പ്രതീക്ഷകളിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാരം തുടങ്ങുകയാണ്. വിശ്വാസികൾ എങ്ങനെയാണ് ഈ ദിവസത്തെ സ്വീകരിക്കുന്നത്? തീർച്ചയായും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തിയാണ് ഇപ്പോൾ കുരുത്തോളകളേന്തി ക്രൈസ്തവർ എന്ന ഓശാന ഞായർ ആഘോഷിക്കുന്നത്. ഇത് ഇനിയുള്ള ദുഃഖവെള്ളി അതുപോലെ ഈസ്റ്റർ എല്ലാം ഉണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഓശാന ഞായർ നടക്കുന്നത്. കൊച്ചിയിലെ വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ ഓശാന ശുശ്രൂഷകളും ഒപ്പം എല്ലാ ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ ഇടപ്പള്ളി തോപ്പിൽ പള്ളിയിലാണ്. ഇവിടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. കുർബാന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ കുരുത്തോലയുമായി പ്രദക്ഷിണമുണ്ട്. വെഞ്ചിരിപ്പിന് ശേഷമായിരിക്കും ഈ പ്രദക്ഷിണം ഉണ്ടാകുക. അത്തരത്തിൽ വിവിധ ചടങ്ങുകൾ ഇന്ന് ഓശാനയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കൊച്ചിയിലെ വിവിധ പള്ളികളിൽ ദിവ്യബലി എന്നിവയെല്ലാം തന്നെ ഉണ്ടാകും. പ്രധാനമായും രാവിലെ 6:30 ശുശ്രൂഷകൾ ആരംഭിച്ചത്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസ് കത്തീഡ്രലിൽ ഇന്ന് രാവിലെ 7 ആരംഭിക്കുന്ന ഓശാന ശുശ്രൂഷകൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പ് ചടങ്ങുകളും ഒപ്പം ശുശ്രൂഷകളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ പള്ളികളിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായും ഓശാന കുർബാന അടക്കമുണ്ട്. വിവിധ ചടങ്ങുകളുണ്ട്. ശേഷം ദുഃഖവെള്ളി, പിന്നീട് ഈസ്റ്റർ, അങ്ങനെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മാത്രമല്ല വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇന്ന് ഈ ജെറുസലേമിന്റെ യേശു എത്തിയതിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മ പുതുക്കൽ. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചോലയുമേന്തി അത് വെഞ്ചരിച്ച് പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. എന്നാലും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് പോയതിനു ശേഷം അർച്ചനയിലേക്ക് മടങ്ങി വരാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം തുടങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് സുലേഖ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുലേഖ, കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പള്ളികളിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ വിശ്വാസികൾ കുരുത്തോലകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ആ പ്രദക്ഷിണത്തിന്റെ നഗരപ്രദക്ഷിണം നടത്തും അതിന്റെ ഭാഗമാവുകയാണ്. തീർച്ചയായും ഈ വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ചേരുന്ന ഈ കുരുത്തോല പ്രദക്ഷിണം നടത്തുന്നത്. പള്ളിക്കകത്തുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വിശ്വാസികളൊക്കെ തന്നെയും ക്രിസ്തുവിന്റെ
ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഈ കുരുത്തോല നഗര പ്രദക്ഷിണം നടത്തുന്നത്. എന്തായാലും ഈ വിശുദ്ധ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ലോകമൊന്നാകെ ഇന്ന് ഈ ഓശാന ഞായർ ആശംസകൾ. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ പള്ളിക്കകത്തെ പ്രാർത്ഥനാ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നഗരപ്രദക്ഷിണം അല്ലെ, കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. രണ്ടിടത്തു നിന്നും വിശ്വാസികളെല്ലാം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇതുപോലെ വിവിധയിടങ്ങളിൽ തീർത്ഥാടന ഈ ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്, പ്രാർത്ഥനകളുടെ ഭാഗമാവുകയാണ്. വത്തിക്കാനിലൊക്കെ പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഉറ്റുനോക്കുന്നത് മാർപ്പാപ്പ ഇന്ന് ചടങ്ങിന് എത്തുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാർപ്പാപ്പയുടെ ആശംസ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ആരോഗ്യനില ഒക്കെ വീണ്ടെടുത്ത വന്നിട്ടേ ഉള്ളൂ, സജീവമായി തുടങ്ങുന്നേ ഉള്ളൂ. അതിനാൽ തന്നെ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വത്തിക്കാനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സന്ദേശമുണ്ടാകും. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സാധാരണ വേഷത്തിൽ പള്ളി സന്ദർശിച്ചിരുന്നു. അതൊക്കെ അന്ന് വലിയ വാർത്തയായും കാഴ്ചയായും നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ ഉത്സവങ്ങളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏത് മതങ്ങളുടേതാണെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം കൂട്ടായ്മകളാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ നാട് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞു പോയതേ ഉള്ളൂ. ആ സമയത്ത് പള്ളികൾ മൂടിയിടാൻ പറഞ്ഞ ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും ഉള്ള നാടാണ് നമ്മുടെ രാജ്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു, നമ്മൾ എന്താണ് കാണിച്ചു കൊടുത്തത്? ഇതേ പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെ ഫ്രണ്ടിലായിരുന്നു ആറ്റുകാൽ പൊങ്കാലയിട്ടത്. അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയ വിശ്വാസികൾക്ക് അവർക്ക് ഇരിക്കാൻ വിശ്രമത്തിന് സ്ഥലമൊരുക്കിയത്, കുടിവെള്ളം നൽകിയത് ഇതേ പള്ളിമുറ്റത്താണ്, ഇതേ നഗരവീതിയിലാണ്. ആ കാഴ്ചയാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത്. ആ മാതൃക സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാവുകയാണ് ഇത്തരം ആഘോഷ ചടങ്ങുകൾ, ആചാര ചടങ്ങുകളൊക്കെ. തീർച്ചയായും ഒരിക്കൽ കൂടി നമുക്ക് രണ്ടുപേരിലേക്കും, അതായത് സുലേഖയുണ്ട്, ഒപ്പം തന്നെ അർച്ചനയുണ്ട്. സുലേഖയിലേക്ക് പോകാം. സുലേഖ, കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ അതിന്റെ ദൃശ്യങ്ങളാണ്, വിശ്വാസികൾ ഏറ്റവും ഭക്തിയോടെ അതിൽ പങ്കുചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണോ പ്രദക്ഷിണം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ? മനു, ഇപ്പോൾ പള്ളിക്കകത്തുള്ള പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നഗരപ്രദക്ഷിണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ലോകം ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ചടങ്ങാണ് ഈ നഗരപ്രദക്ഷിണം, കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം എന്ന് പറയുന്നത്. എന്തായാലും അത് ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ നഗരപ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിൽ കുർബാന കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തോമസ് ജെ നെറ്റോ അടക്കമുള്ള ആളുകൾ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും കഴുതപ്പുറത്തേറി യാത്ര ചെയ്തതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈ ക്രൈസ്തവ വിശ്വാസം ഒന്നാകെ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ശുശ്രൂഷകളൊക്കെ തന്നെയും പള്ളികൾ ഉണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുള്ള കുരുത്തോല വഹിച്ചുകൊണ്ടുള്ള കുരുത്തോല നഗരപ്രദക്ഷിണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തോമസ് ജെ നെറ്റോ ആണ് സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ഈ ലത്തീൻ ശേഷം ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ പള്ളിയിൽ നടക്കും. അതിനുശേഷം തോമസ് ജെ നെറ്റോ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള അവരുടെ പ്രഭാഷണങ്ങൾ നടത്തും. വിശ്വാസികൾക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കും. ഇത് പ്രധാനമായും സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഒരു മത സാഹോദര്യത്തിന്റെ കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്ക് വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ക്രൈസ്തവരുടെ ആഘോഷത്തിനാണ് ഇന്ന് ഈ ഓശാന ഞായറിന് തുടക്കമായിരിക്കുന്നത്. മനു, ശരി, നമുക്ക് കൊച്ചിയിലേക്ക് കൂടി വിരിഷ പോകാം. അവിടെ അതെ, ബിഷപ്പ് റാഫേ തട്ടിലാണ് അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നമുക്കിപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കാണുന്നത്. അർച്ചന, ഞങ്ങൾ തിരുവനന്തപുരത്ത് കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചതിന്റെ വാർത്തയും ദൃശ്യങ്ങളും കാണുകയായിരുന്നു. കൊച്ചിയിൽ പള്ളിയിലെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കുമല്ലോ കുരുത്തോല പ്രദക്ഷിണത്തിലേക്ക് കടക്കുക.
കർമ്മങ്ങളാണ് ഇടപ്പള്ളി തോപ്പിൽ പെരിക്കൂർ പള്ളിയിൽ ഇപ്പോൾ തിരുകർമ്മങ്ങളാണ് നടക്കുന്നത്. ഓശാന തിരുകർമ്മങ്ങൾ. ഇതിനുശേഷമായിരിക്കും കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുക. മാറാപ്പും തട്ടിലാണ് ഇതിന് കാവലിൽ വഹിക്കുന്നത്. നിരവധിയായ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചടങ്ങുകൾക്ക് ശേഷം കുരുത്തോലയുമായി വിശ്വാസികൾ റോഡിലൂടെ പ്രദക്ഷിണം നടത്തും. അതിനുശേഷമായിരിക്കും ഇന്നത്തേതുമായി ബന്ധപ്പെട്ട കുർബാന അടക്കമുണ്ടാകുക. എന്തായാലും കൊച്ചിയിലെ വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ ഓശാനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ റാഫേൽ തട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ദിനങ്ങളായ പീഡാനുഭവത്തിന് ഇതിലൂടെ തുടക്കമാവുകയാണ്. മാത്രമല്ല യേശു ജെറുസലേമിലെത്തിയതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. അതുകൂടിയാണ് ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വ്രതശുദ്ധിയുടെ നാളുകളാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇനി ദുഃഖവെള്ളിയുണ്ട്, അതിനുശേഷം ഈസ്റ്റർ ഉണ്ട്. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ അതാണ് ഇന്ന് ഓശാനയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഇനി പ്രധാനമായും പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഇന്ന് നടക്കാനുള്ളത്. അതേസമയം തന്നെ റാഫേൽ തട്ടിൽ ഇന്ന് ഓശാനയുമായി ബന്ധപ്പെട്ട സന്ദേശം വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നത് പ്രധാനമായും നിലവിലെ സാമൂഹിക സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഈ വിശ്വാസികളുമായി പങ്കുവയ്ക്കും. എന്തായാലും അതിനെല്ലാം തന്നെ വിശ്വാസികൾ ാണ്. ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ഇടപ്പള്ളി തോപ്പിൽ പള്ളിയിൽ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റ് വിവിധ പള്ളികളിൽ ഇപ്പോൾ ഈ ശുശ്രൂഷകളും ഒപ്പം വെഞ്ചരിപ്പ് ഈ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്.